എനിക്ക് എതിരാളികളെ ഇനി ഡ്രിബിൾ ചെയ്യാൻ സാധിക്കില്ല. എന്തിന് കൃത്യമായൊരു പാസ് നൽകാനോ എനിക്ക് സാധിക്കില്ല. ഞാൻ വെറും ദുരന്തമായി മാറിയിരിക്കുന്നു. ഇതിഹാസ താരമായ നെയ്മർ ജൂനിയർ തൻ്റെ ബാഴ്സലോണ കാലഘട്ടത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ ഇതിഹാസ താരമായ റൊമേറോയോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. ഞാൻ ബാഴ്സലോണയിൽ എത്തിയ സമയത്ത് ആദ്യ 6 മാസം ഞാൻ വളരെ കഷ്ടപ്പെട്ടു. ഒരിക്കൽ അത്ലറ്റിക്കോ ബിൽബായോയുമായുള്ള മത്സരശേഷം ഞാൻ എന്നോട് തന്നെ ദേഷ്യപ്പെടുകയായിരുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഞാൻ എത്ര മോശമായിട്ടാണ് കളിക്കുന്നത്. ഞാൻ ഉടൻ തന്നെ ബാഴ്സലോണയുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് എത്തി. അതിനുശേഷം അവിടെ നിന്ന് അല്പനേരം കരഞ്ഞു. ആരും കാണാതിരിക്കാൻ ഞാൻ ഉടൻ തന്നെ ബാത്റൂമിലേക്ക് എത്തി. അവിടെ കതകടച്ചുകൊണ്ട് ഞാൻ കുറേ നിമിഷം കരഞ്ഞുകൊണ്ടേയിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആരോ വാതിലിൽ മുട്ടുന്നതായി എനിക്ക് തോന്നി. തുറന്നു നോക്കിയപ്പോൾ ലയണൽ മെസ്സി. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ കരയുന്നില്ല, ഞാൻ ഓക്കെയാണ്. ഉടൻ തന്നെ ലയണൽ മെസ്സി എന്നോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ മികച്ചൊരു താരം തന്നെയാണ്. ഞങ്ങൾക്ക് നെയ്മർ ജൂനിയറിനെ ആവശ്യമുണ്ട്. സാന്റോസിൽ എങ്ങനെയാണോ നിങ്ങൾ പന്ത് തട്ടിയത്, അതേ പ്രകടനം ബാഴ്സലോണയിൽ പുറത്തെടുക്കുന്ന നെയ്മറെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഒരു പ്രഷറും കൂടാതെ നിങ്ങളുടെ സ്വാഭാവികമായ കളി ബാഴ്സലോണയിൽ കളിക്കുന്നത് കാണാനാണ് ഞങ്ങൾക്കിഷ്ടം. നിങ്ങളൊരു കാര്യം ചെയ്യുക, എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ എന്നെ ഓർക്കുക, എന്നെ വിളിക്കുക, ഞാനുണ്ടാകും. ആദ്യത്തെ 6 മാസം ബാഴ്സലോണയുടെ ശൈലിയുമായി ഒന്നിച്ചു പോകാൻ കഴിയാതെ കഷ്ടപ്പെട്ടുകൊണ്ട് ലോക്കർ റൂമിലും ബാത്റൂമിലും കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ, അന്നാണ് എനിക്കെൻ്റെ ആത്മവിശ്വാസം തിരിച്ചു കിട്ടിയത്. ലയണൽ മെസ്സി പറഞ്ഞതായിരുന്നു എൻ്റെ ബാഴ്സലോണ കരിയറിലെ ബ്രേക്ക് ത്രൂ. പിന്നീട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല.